ഇങ്ങനൊരു ചെമ്പ് കമ്പിയും കുറച്ച് ബീഡ്സും ഉണ്ടെങ്കിൽ നമുക്ക് മാലയുടെ ലോക്കറ്റോ അല്ലെങ്കിൽ ഇയറിങ്ങോ കീ ചെയിനോ ആക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഐഡിയ കണ്ടാലോ. അപ്പം നമുക്കൊരു കമ്പിയിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് കമ്പിയുടെ അപ്പുറത്തെ വശം ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്ത് കൊണ്ടുവരിക. അങ്ങനെ ഞാൻ ഒരു ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ വീണ്ടും രണ്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു കളർ ബീഡ് നമ്മൾ നടുക്കിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ബ്ലാക്ക് ബീഡാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ബീഡ്, ഒരു ബ്ലാക്ക് ബീഡ്, പിന്നെ ഒരു വൈറ്റ് ബീഡ്, അങ്ങനെ ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നാലാമത്തതും കൂടി കോർത്ത് കൊടുക്കാം. ഇനി ഞാൻ അടുത്ത 5 ബീഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. 5 ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ 5 ബീഡ് തന്നെ ഒരു 3 തവണ ഈ 5 ബീഡ് ഇട്ട് കൊടുക്കുക. 5 ബീഡ് ഇട്ട് ഉള്ളിൽ കൂടെ കമ്പി എടുത്ത് പുറത്ത് കൊണ്ടുവരിക. വീണ്ടും ഒരു 5 ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മളൊരു 5 ബീഡ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് കാണാം. അപ്പോൾ 5 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 ബീഡ്, പിന്നെ 3 ബീഡ്, പിന്നെ 2 ബീഡ്, പിന്നെ 1 ബീഡ്, അങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയോ ചെയ്താൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ 1 ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 2 ബീഡ്, 3 ബീഡ്, 4 ബീഡ്, അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി എൻഡ് ഭാഗം നമ്മൾ ആ ബീഡിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുമ്പോൾ അതവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. നമ്മളിവിടെ ഒരു ഫിഷിനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി കുഞ്ഞു ബീഡിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ല, കുറച്ചും കൂടി വലിയ ബീഡാണ് ഇടുന്നതെങ്കിൽ നമുക്കൊരു കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മാലയുടെ ലോക്കറ്റാക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ എടുക്കുന്ന ബീഡിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും അതിൻ്റെ സൈസ് വരുന്നത്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫിഷ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?